2001 വരെ യാത്ര ചെയ്ത വഴികൾ. എന്നെ തേടി ആരും അവിടെ വന്നിരുന്നില്ല. ഒരു മുറിക്കകത്ത് ഒരു പ്ലാസ്റ്റിക് കസേരയിൽ 1000-ഓളം രൂപ വരുന്ന ഒരു ക്യാപ്സൂൾ എന്റെ ശരീരത്തിൽ ക്രിയ ചെയ്യാതെ ഡോക്ടർമാരുടെ എല്ലാ മരുന്നും ഫെയിലായിരിക്കുമ്പോ മരുന്ന് കയ്യിലെടുത്ത് വെച്ച് കണ്ണുനീരോട് കരഞ്ഞു. കുഞ്ഞുങ്ങളെ കാണണം, എന്റെ ഭാര്യയെ കാണണം, എന്റെ അമ്മയെ കാണണം. എന്തായിരിക്കും എന്റെ മുന്നോട്ടുള്ള പദ്ധതികൾ? ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നു. ലക്ഷങ്ങളുടെ കടഭാരം, കമ്പനിയിൽ എന്നെ കയറ്റിവിടും. എങ്ങനെയായിരിക്കും എന്റെ ജീവിതത്തിന്റെ വഴിയിൽ ഇനിയുള്ള എന്റെ യാത്ര? കണ്ണുകൾ ഞാൻ പോലും അറിയാതെ നിറഞ്ഞൊഴുകുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ആ മുറിയിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. അന്ന് യോർദാനിൽ വെച്ച് എന്റെ യേശുവിനെ ലാക്കാക്കി യോഹന്നാൻ, സ്നാപകനായ യോഹന്നാൻ, അവൻ അവിടെ സ്നാനപ്പെടുത്തുവാൻ കാതോർത്ത് ദൈവശബ്ദത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ യേശു കർത്താവിന്റെ കാലടികൾ അവനെ ലക്ഷ്യം വെച്ച യോർദാനിലേക്ക് കടന്നു വന്നു. മനസ്സ് വെച്ചപ്പോൾ ഇറങ്ങുവാൻ മനസ്സ് വെച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങേണ്ടവനും ഇറങ്ങി വന്നു. അനുഭവത്തിൽ കൂടെ വിളിച്ചു പറയുകയാ, ആ യോർദാനിലേക്ക് കാല് വെക്കുവാൻ മനസ്സില്ലാത്ത പലരും, വ്യക്തമായ ഉത്തരവാദിത്വത്തോടുകൂടി കാലുവെക്കുവാൻ മനസ്സില്ലാത്ത പലരും അറച്ചറച്ച് നിൽക്കുമ്പോൾ അവൻ ശക്തിയോടുകൂടി ദൈവിക ഉദ്ദേശത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി വിളിച്ചതും അയക്കപ്പെട്ടതും എന്തിനാണെന്ന് മനസ്സിലാക്കി ഈ യോർദാനിലേക്ക് കാലുവെക്കുവാൻ മനസ്സ് വെക്കുന്നുവെങ്കിൽ സ്വർഗം വിളിച്ചു പറയുന്നു, നിന്റെ 30 വർഷമായ വീർപ്പ് മുട്ടലിന് ഇന്ന് രാത്രി ഞാൻ വിരാമം കുറിക്കാൻ പോവുകയാ. ഈ യോർദാൻ ഒരുപക്ഷെ നിനക്ക് മരണ യോർദാനായിരിക്കാം, ഇതൊരുപക്ഷെ നിനക്ക് നീന്തി കടക്കാൻ കഴിയാത്തതായിരിക്കാം. ആയിരങ്ങൾ അവിടെ സ്നാനമേക്കുന്നു. ലൂക്കോസ് 3:21-22 അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു കർത്താവ് സ്നാനമേറ്റു. പക്ഷെ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കേട്ടോ. അവൻ ജനമെല്ലാം വന്നിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ ചിലര് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പറന്നിറങ്ങുവാൻ തയ്യാറെടുത്തുകൊണ്ട് ഒരു ദൈവ സാന്നിധ്യം നിന്നെ ഉന്നം വെച്ചുകൊണ്ട്, നിന്റെ പേര് വിളിച്ചുകൊണ്ട്, നിന്റെ ഇറക്കം കണ്ടുകൊണ്ട്, നിന്റെ വരവ് കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഗ്രൗണ്ടിന് മുകളിൽ തയ്യാറെടുത്തു നിൽക്കുന്ന ദൈവിക കാഴ്ചയെ കാണുകയാ. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിർജ്ജന പ്രദേശമായിരിക്കാം, പക്ഷെ അവിടെ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ ഞാൻ അവിടേക്ക് ഇതിന്റെ കൂടെ കടന്നു വരികയാണ്. ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടുകൂടി ആ സ്ഥലത്തേക്ക് കടന്നു ചെയ്തു. പക്ഷേ അവർ ആ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടത് പട്ടണങ്ങളിൽ നിന്നും ഊരുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വലിയ ജനക്കൂട്ടം പോയത് വേറിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ചെന്ന ഇടത്ത് ദൈവത്തിന്റെ ആത്മാവ് അവരെ റെസ്റ്റ് ചെയ്യുവാൻ അനുവദിച്ചില്ല. അവരുടെ മനസ്സ് വ്യാകുലപ്പെടാൻ തുടങ്ങി. കണ്ട ജനത്തെ കണ്ടുകൊണ്ട്, പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവർ വേഗദേശ കർത്താവിനെ തോണ്ടി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവരൊക്കെ എന്ത് ചെയ്യാനാ വന്നിരിക്കുന്നത്? നീ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ അയച്ചു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ചിലത് ദൂത് വിളിച്ചു പറയുന്നു. രാജ്യത്തെ നോക്കി, ദേശങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി വിളിച്ചു പറയുന്നു, നീ ചെന്നതും നീ ഉദ്ദേശിച്ചതും ലക്ഷ്യം ഒന്നായിരുന്നു. പക്ഷേ നീ ചെന്ന് കാലുകുത്തിയ നിമിഷം മുതൽ അനുഭവിക്കാൻ പറ്റിയത് മറ്റൊന്നായിരുന്നു. പക്ഷേ യേശു പറയുന്നു, പ്രതീക്ഷിക്കാത്തത് നിന്റെ മുമ്പിൽ വരുമ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഞാനും അവിടെ നിൽപ്പുണ്ട്. വിശ്വസ്തനായി നിന്റെ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, നിനക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വസ്തനായി ഒരുവൻ നിന്റെ കൂടെ നിൽപ്പുള്ളത് മനസ്സിലാക്കി ഇന്ന് രാത്രി അവന്റെ ശബ്ദത്തിന് കാത് കൊടുക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ പല നിർജ്ജന പ്രദേശങ്ങളിലും പല ശൂന്യതയുടെ മണ്ഡലങ്ങളിലും എന്റെ ദൈവം ചെറുത് നുറുക്കി കയ്യിൽ തന്നു വിടുവാൻ ഈ പന്തലിൽ അവൻ ഈ ഗ്രൗണ്ടിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? വെറും ശൂന്യതയുടെ പാത്രങ്ങളുമായി വന്നവരെ നോക്കി ദേശ വിളിച്ചു പറയുന്നു, ഉള്ളത് നീ കയ്യിലേക്ക് എടുത്തതാ, ഞാൻ ചിലത് നിന്റെ കയ്യിലേക്ക് മടക്കി തരാൻ പോവുകയാ. എടുത്തു തരുന്നതല്ല തരുന്നത്, മടക്കി തരുന്നത് വ്യത്യസ്തമായതായിരിക്കും. അവിടെ മൊത്തം വ്യത്യസ്തമായ സ്ഥലം. ഹോട്ടലൊന്നുമില്ല, 5 സ്റ്റാർ ഹോട്ടലൊന്നും, ഒരു മക്കാലയും ഇല്ല, അവിടെ ഒരു ബൂഫറ്റുമില്ല. ആൾക്കാരെല്ലാം സൂക്ഷിച്ചു നോക്കി. വലിയൊരു ജനക്കൂട്ടം. കർത്താവ് പെട്ടെന്ന് അവരെ ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ജനം ചിലരെങ്കിലും വയറൊക്കെ തപ്പിക്കാണും. വിശപ്പ് അവരുടെ അകത്തുകൂടെ ഓടുവാൻ തുടങ്ങി. നമ്മുടെയൊക്കെ നാട്ടുനടപ്പിന്റെ സ്വഭാവമല്ലേ? ഒരു കൂട്ടം ശിഷ്യന്മാർ ഓടി വന്നിട്ട് കർത്താവിനെ വീണ്ടും തൊട്ടിട്ട് പറഞ്ഞു, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഇങ്ങനെ പോവരുത്, സമയം ഒത്തിരിയായി, പെട്ടെന്ന് നിർത്തണം, വണ്ടിയൊന്നുമില്ല, ഇവരെയൊക്കെ ഊരുകളിൽ പറഞ്ഞു വിടണം, പട്ടണങ്ങളിൽ പറഞ്ഞു വിടണം, ആഹാരം കൊടുക്കാനൊന്നുമില്ല, ഇവരൊക്കെ താൽക്കാലികമായിട്ട് വന്നവരായിരിക്കാം, ഇവരെ പറഞ്ഞു വിട, നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. ഇതൊക്കെ കേട്ട് കർത്താവ് സൂക്ഷിച്ചു നോക്കി.
താൻ എന്നിട്ട് വിളിച്ചു പറഞ്ഞൊരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. സഹോദരന്മാരെ, ശിഷ്യന്മാരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവർ യാദൃച്ഛികം വന്നതല്ല. ഒരു പക്ഷേ മൈക്ക് കിട്ടിയതും ഈ ലൈറ്റൊക്കെ ഇവിടെ കെട്ടിവെച്ചതും ഇവിടെ ഇങ്ങനെ ഒരു മഹായോഗം നടത്തുന്നതും ചിലരെങ്കിലും അവൻ ഇങ്ങനെ ചിന്തിക്കും, ഇവരൊക്കെ പ്ലാൻ ചെയ്തതാ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇത് പ്ലാൻ ചെയ്തത് യേശു കർത്താവാ. അവൻ പ്ലാൻ ചെയ്തിട്ട് അപ്പോസ്തലന്മാരെ ആ വഴിയിലേക്ക് അയച്ചു വിട്ടുകൊടുക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോ കർത്താവ് അവിടെ നിന്നുകൊണ്ട് തന്റെ പദ്ധതികൾ ഓരോന്ന് ചെയ്യുവാൻ തുടങ്ങി. പെട്ടെന്ന് വ്യാകുലപ്പെട്ട സഹോദരന്മാർ യേശു കർത്താവിനെ നോണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിപ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു, ഈ ജനമൊക്കെ ഞാൻ ആകർഷിച്ചിട്ട് കൊണ്ടുവന്നതാ. ഇവർക്ക് വേണ്ടതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. അല്ല കർത്താവേ, ഇവിടെ ഹോട്ടലൊന്നുമില്ല, ഇവിടെ വീടില്ല, കൂടില്ല, ഇതൊക്കെ നിർജ്ജന പ്രദേശമാ. എന്താ ചെയ്യുന്നത്? ഇവർക്കൊക്കെ കൊടുക്കുവാൻ നമ്മുടെ പക്കൽ വല്ലതുമുണ്ടോ? യേശു കർത്താവ് ഒരുപക്ഷെ മുഷിഞ്ഞ് സഹോദരന്മാരെ നോക്കിക്കാണും. കൂടെ നടന്ന് വീര്യപ്രവർത്തികൾ കണ്ടവർ, കൂടെ നടന്ന് അത്ഭുതം ചെയ്ത പലർക്കും ആമേൻ എന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയോ? ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, കൂടെ നടക്കുന്ന ചിലരുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുകയും അപ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന ജനത്തിന്റെ വയറിനെ നിറയ്ക്കുകയും വന്ന അഭിഷിക്തന്മാരുടെ കയ്യിലല്ല, ചിലത് കൊട്ടയിൽ അവരുടെ തലയിൽ ചുമക്കുമാറ് കൊടുത്തു വിടുവാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തമായി ഞാൻ കാണുകയാ. യോർദാന്റെ ആമേൻ നദിക്കരയിലേക്ക് നാളുകളായി വീർപ്പുമുട്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു അഭിഷിക്തന്റെ വേദന സ്വർഗം കാതോർത്തു. താൻ വിളിച്ചു പറഞ്ഞു, യേശു കർത്താവേ, അല്ലെങ്കിൽ യേശുവേ, അല്ലെ മകനെ, ഒന്ന് എഴുന്നേൽക്ക്. നീ എത്ര നാളായി വീർപ്പുമുട്ടിയിരിക്കുകയാ? ജനിച്ചത് കൃപയോടുകൂടിയതാ. അവൻ ജനിച്ച് നീ പിറന്നു വീണത് സത്യം നിറഞ്ഞവനായിട്ട വചനം ജനമായി തീർന്ന യേശു കർത്താവ് തന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, നിന്നെ വിളിച്ചു വേർതിരിച്ചതിന്, നിന്നെ അഭിഷേകം ചെയ്യുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു സ്നാപകൻ അവിടെ വന്നിട്ടുണ്ട്. നീ അവന്റെ വസ്ത്രം നോക്കരുത്, നീ അവന്റെ ഉടുപ്പ് നോക്കരുത്, അവന്റെ ശൈലി നോക്കരുത്. നീ ആ യോർദാനിലേക്ക് ഓടി വരിക. ഈ ദേശത്ത് നോക്കി 27 കുടുംബങ്ങളോട് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ യോർദാനിൽ ചിലത് സംഭവിക്കും. വേഗം ഇറങ്ങി വരിക, വേഗം ഇറങ്ങി വരിക. ഇത് ദൈവത്തിന്റെ ശബ്ദം. വീർപ്പുമുട്ടലിന്റെ നടുവിൽ തന്റെ വിളിയുടെ ശബ്ദം അകത്തൊളിപ്പിച്ചു വെച്ച് ദൈവത്തിന്റെ ശബ്ദത്തിന് കാതുകൊടുത്ത അഭിഷിക്തൻ യേശു കർത്താവ് അമ്മയോട് ചോദിച്ചില്ല, അച്ഛനോട് ചോദിച്ചില്ല, വേഗം ആ യോർദാനിലേക്ക് ഓടി വന്ന ഭാഗം വന്നിട്ട് താൻ ആ യോർദാനിൽ നിന്നുകൊണ്ട് സ്നാപക യോഹന്നാനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ സ്നാനമേൽക്കുന്നതായി ഇഷ്ടം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു, എന്റെ പിറകിൽ ഒരുവന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന്റെ ചെരുപ്പ് അഴിപ്പാൻ, വാറഴിപ്പാൻ, ആ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്താ ഇതിന്റെ അർത്ഥം? തനിക്ക് ചെയ്യുവാൻ കഴിയാത്ത പലതും ചെയ്യുവാൻ കഴിവുള്ള ഒരുവൻ അവന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട്. താൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന്റെ സിമ്പൽ ഞാൻ എന്റെ ശരീരത്തിൽ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടെ ചിലത് നടക്കാൻ പോകുന്നത് വ്യക്തമായിട്ട് ഓൺ ബോഡി ഞാൻ അനുഭവിക്കുന്നുണ്ട്. അവൻ ഒരുപക്ഷെ ജനമൊക്കെ കൂടി വന്നിട്ടുണ്ട്, അവർക്കത് അറിയണമെന്നില്ല. പക്ഷേ അറിയേണ്ടവൻ അറിയുമ്പോൾ അറിയിക്കേണ്ടവനായി യോർദാനിൽ വന്നിട്ട് അവൻ അത് അറിയിച്ചിട്ടല്ലാതെ പോകത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ. യോർദാനിലേക്ക് വന്നു, ജനമെല്ലാം നോക്കി നിൽക്കുന്നു, പ്രമാണിമാർ നോക്കി നിൽപ്പുണ്ട്, സംഘടന നേതാക്കന്മാർ നോക്കി നിൽപ്പുണ്ട്, സ്നാനപ്പെടുത്തുന്ന വ്യക്തി അവിടെ നിൽപ്പുണ്ട്. പക്ഷേ യേശുവിനെ നോക്കി സ്വർഗം വിളിച്ചു പറഞ്ഞു, അന്തരാത്മാവിൽ ഇറങ്ങ്, നീ ആ യോർദാനിലേക്ക്. പലർക്കും തലവേദനയായ യോർദാന്റെ ഗതി നിന്നിലൂടെ മാറ്റിമറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ പ്രേരിപ്പിച്ച ഒരു ദൈവ ശബ്ദം ഇന്ന് രാത്രി ഇതിനകത്ത് 3 ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ നോക്കി, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ചില നിയോഗങ്ങൾ നിയോഗിക്കപ്പെട്ട ചില രീതിനകത്ത് വിഷമത്തോടിരിക്കുമ്പോൾ എന്റെ ദൈവം വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി നിന്റെ നിയോഗം നാട്ടുകാർ കേൾക്കെ, അവൻ വീട്ടുകാർ കേൾക്കെ, ഞാനൊരു ശബ്ദത്തിൽ നിന്റെ മേൽ പകർന്നു തന്ന ഒരു പ്രവൃത്തിയുടെ ആരംഭത്തിനായി ഇന്ന് രാത്രി ഞാനിവിടെ നിന്നിലൂടെ ചലനം സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാക്കുന്നവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇനിയുള്ള കൺവെൻഷനുകൾ 2006, 2007 വർഷങ്ങളിലുള്ളത് വ്യത്യസ്തമായതായിരിക്കും. ഒരുപക്ഷെ അത് ജാതികളോട് സുവിശേഷം പറയുന്നതായിരിക്കത്തില്ല, ഒരുപക്ഷെ ഏതെങ്കിലും ഭൂതത്തെ ഇറക്കാനുള്ളതായിരിക്കത്തില്ല, ഒരുപക്ഷെ അത് ഏതെങ്കിലും രോഗിയെ സൗഖ്യമാക്കുവാനായിരിക്കണമെന്നില്ല. പക്ഷെ സ്വർഗം തിരുത്തി പറയുന്നു,